പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവ് താമസിച്ചതുകൊണ്ട് ഇന്ന് രാത്രി കാലവും ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ദൈവകൃപയിലും കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവസഭയായി നമുക്ക് ഒരുക്കിത്തന്ന ഈ ഭൂമിയിൽ ഒരുക്കിത്തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിലയേറിയ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇവിടെ നമ്മൾ ഭൂമിയിൽ കർത്താവിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുകയാണ്. എന്നാൽ അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പ് നാം പ്രിയം വെച്ച നമ്മുടെ കർത്താവിനെ നാം മുഖാമുഖമായി കാണാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. സ്തോത്രം. 27-ാമത്തെ വയസ്സിൽ ആത്മഹത്യക്കായി കടന്നുപോയി അവിടെ നിന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച 2002 ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ആ പ്രതീക്ഷ അതൊന്നു മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാൻ എൻ്റെ 27-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യയിൽ വെച്ച് പലവിധമായ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നീ എന്തിനാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞാൽ അതെനിക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദയമായി സംസാരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ അനർത്ഥമായതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം കുടുംബമായി കർത്താവിൻ്റെ വചനവുമായി സാക്ഷ്യമായി നിൽപ്പാൻ എനിക്കിടയായി തീർന്നത്. അല്ലെങ്കിൽ ആമേൻ, എൻ്റെ ജീവിതം അവസാനിപ്പാനായിട്ട് ഞാൻ കടന്നുപോയ മാത്രയിൽ ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടിയുടെ അടിയിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കാനായിട്ടാണ് ഞാൻ കടന്നുപോയത്. എന്നാൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് ഭയപ്പെട്ട് എനിക്കത് ചെയ്യുവാൻ കഴിയാതെ വന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ അടുക്കൽ ഏങ്ങലടിച്ച് കരയുന്നത് പോലെ ഞാൻ വാവിട്ട് കരയുവാൻ തക്കനിടയായി തീർന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന കർത്താവിൻ്റെ വാക്തപ്രകാരം എൻ്റെ കണ്ണുനീര് സ്വർഗം കേൾക്കുവാൻ തക്കനിടയായി തീർന്നു. കർത്താവേ, ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എന്താണ് എൻ്റെ പ്രശ്നമെന്ന്, ഒരു ദൈവമുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമേ എന്ന് അവിടെ നിന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ ആ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് എൻ്റെ പാപങ്ങളെ കൊണ്ടുവരുവാൻ തക്കനിടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചൊരു വ്യക്തിയാണ്. എല്ലാ ജ്ഞാനായക്കാരും ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ അല്പസ്വല്പം മദ്യപിക്കും, അല്ലെങ്കിൽ 2 സിഗരറ്റ് വലിക്കും. ഇങ്ങനെയുള്ളതായ ചെറിയ തെറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം. കർത്താവേ, അത് വലിയൊരു തെറ്റാണോ? ഞാൻ നിന്നെ ഒരു ദൈവ പൈതലായി കാണുവാനായിട്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ള ദൈവത്തിൻ്റെ ആമേൻ വിലയേറിയ ആലോചന എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ നിമിഷം ഞാൻ എൻ്റെ പാപപ്രവൃത്തികൾ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ഞാൻ ഈ കർത്താവിനെ സ്വീകരിച്ച് ഈ പാപമാർഗങ്ങളെല്ലാം വെടിഞ്ഞ് ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും എൻ്റെ പഴയ പാപപ്രവൃത്തികളിലേക്ക് പോകുമോ എന്ന് എനിക്കൊരു സംശയം, എനിക്കതിന് കഴിയുമോ എന്നൊരു സംശയം ഞാൻ ദൈവത്തോട് ചോദിപ്പാനിടയായിത്തീർന്നു. ദൈവാത്മാവിൻ്റെ അന്തരാത്മാവിൽ സംസാരിച്ചു, നിനക്കല്ലെങ്കിലും കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹായത്താൽ അത് നിനക്ക് സാധ്യമാകും. ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന എന്നെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. ആ നിമിഷം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപങ്ങൾക്ക് അറുതി വരുത്തുവാനുള്ള തീരുമാനം അന്ന് ഞാൻ എടുത്തു. ഏകദേശം 18 വർഷം 19 വർഷം ഇന്നും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് എന്നെ ഓരോ ദിവസവും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാനൊരു കൂട്ടായ്മയ്ക്ക് കടന്നുപോയി. ആമേൻ, സ്തോത്രം. അവിടെ പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മ വളരെ കുറവായിരുന്നു. എന്നാൽ മറ്റു കൂട്ടായ്മ ഇല്ലാഞ്ഞതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് കടന്നു പോകുവാനും രക്ഷിക്കപ്പെടുവാനും സ്ഥാനപ്പെടുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഏകദേശം
2 വർഷത്തോളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുകയും 2 വർഷക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തുകയും ചെയ്തതിന് ഫലമായി അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിപ്പാനും കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അതിനുശേഷം ചർച്ചക്കോടിൽ കർത്താവിൻ്റെ വേല ചെയ്തിരുന്ന കർത്താവിൻ്റെ ദാസൻ്റെ 2ാമത്തെ മകൾ എനിക്ക് വിവാഹം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഒരു ഭാഗ്യം നൽകി തന്നു. എൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. എൻ്റെ മാതാവിൻ്റെ അമ്മ 93 വയസ്സ് ഉള്ള അമ്മച്ചി മരിച്ചു പോയിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നതേ ഉള്ളൂ. ആ അമ്മച്ചിയാണ് ഏകദേശം 45-50 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിറങ്ങി വന്നത്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം തൻ്റെ കുടുംബത്തിലുള്ളതായ തൻ്റെ ഭർത്താവിനെയും 2 ആൺമക്കളെയും നേടുവാൻ കർത്താവ് കൃപ കൊടുത്തു. എന്നാൽ എൻ്റെ മമ്മിയാകുന്ന അമ്മച്ചിയുടെ ഒരു മോള് മാത്രം വിശ്വാസത്തിൽ കടന്നു വരാതെ ആയിരുന്നിട്ടും നീണ്ട 45 വർഷങ്ങളുടെ അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി മമ്മി വിശ്വാസത്തിൽ വന്നില്ല എങ്കിലും ആ ഭവനത്തിൽ നിന്ന് എന്നെ കർത്താവ് വിളിച്ച് വേർതിരിപ്പാൻ തക്കനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന മാതാവേ, ഉപവസിക്കുന്ന ദൈവജനമേ, 45 വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ആമേൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഇതാ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി ഞാൻ വിളിച്ചു പറയുകയാണ്. എൻ്റെ മമ്മിയുടെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നീണ്ട 45 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായെങ്കിൽ പ്രാർത്ഥിച്ച് തളർന്നിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന നിർത്തരുത്. അതിന് ഞാൻ സാക്ഷിയാണ്. ഇന്ന് രാത്രി ഈ കർത്താവിനെ പ്രസംഗിക്കുവാനുള്ള ഭാഗ്യം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അതിനുള്ളതായ ആമേൻ സ്തോത്രം പ്രാഗൽഭ്യമുള്ളത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഇന്ന് രാത്രികാലം അവൻ്റെ വചനവും സാക്ഷ്യമായി എന്നെ നിർത്തിയത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇനി മുഖവരിലേക്ക് പ്രവേശിക്കുന്നില്ല. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് കർത്താവ് എനിക്ക് തന്ന വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വാക്യം കുറിവാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുഖംവരവായി പറഞ്ഞിട്ട് ദൈവം തന്ന ആലോചനയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാൻ കുറിവാക്യമായിട്ട് പ്രസംഗിക്കാനുള്ള വിഷയമല്ല, എങ്കിലും ഉപവാസത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് പ്രേരണ തന്നതുകൊണ്ട് അതിലേക്കൊന്ന് പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. മുഖവരിയായി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറേ, ഒരു മനുഷ്യൻ വന്നവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. അവൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ചന്ദ്രരോഗം പിടിച്ച, അപസ്മാര രോഗമെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ചന്ദ്രരോഗം പിടിച്ച മകൻ പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഈ മകൻ്റെ അപ്പൻ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ ചന്ദ്രരോഗി ആയിരിക്കുന്ന മകനെ കൊണ്ടുവന്നു. എന്നാൽ അവർക്ക് അതിനെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയാതെ പോയപ്പോൾ ഈ അപ്പൻ ആ മകനുമായി യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു രോഗത്തെ അല്ല സൗഖ്യമാക്കിയത് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ഭൂതത്തെ ശാസിച്ചു. അപ്പോൾ അപസ്മാരം എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചന്ദ്രരോഗം, അതിൻ്റെ പുറകിൽ ഒരു ഭൂതമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എല്ലാ രോഗങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ
സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നതല്ല. ചില രോഗങ്ങളുടെ പുറകിൽ ഭൂതം അല്ലെങ്കിൽ സാത്താന്യ പദ്ധതിയുണ്ട്. സ്തോത്രം. കുനിയായിരുന്ന സ്ത്രീയുടെ വിഷയത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ആ നാഴിക മുതൽ ബാലന് സൗഖ്യം വന്നു. ഇന്നും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നുവെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പലപ്പോഴും അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞ് അത്ഭുതങ്ങളിലല്ല, അടയാളങ്ങളിലല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നതാണ് നമുക്ക് വലിയ കാര്യം. ശരി തന്നെ, സ്വർഗത്തിൽ പോകുന്നത് വലിയ കാര്യം തന്നെയാണ്. സ്തോത്രം. അതാണ് ഏറ്റവും ഒന്നാമത്തെ ലക്ഷ്യം. എന്നാൽ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ദൈവം അടയാളം ചെയ്യും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും കർത്താവ് വചനത്തെ ഉറപ്പിക്കുന്നു എന്ന് വചനത്തിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യത്തിലേക്കൊന്നും പോകുന്നില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. യേശു ഭൂതത്തെ ശാസിച്ചപ്പോൾ ഭൂതം വിട്ടുപോയപ്പോൾ ആ ഭൂതം അവന് കൊടുത്ത രോഗവും അവനെ വിട്ടുപോയി. ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പലപ്പോഴും പല കൺവെൻഷനുകളും പല ഉപവാസ പ്രാർത്ഥനകളും വെറുതെ പോകുന്നതായി നമ്മുടെ കാഴ്ചയിൽ നമ്മൾ കാണാറുണ്ടെന്നാൽ ഇതതുപോലെ അല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയോഗം ഒരു ഉപവാസ പ്രാർത്ഥനയുടെ പുറകിലുണ്ടെങ്കിൽ, ഒരു കൺവെൻഷന്റെ പുറകിലുണ്ടെങ്കിൽ, ആ നിയോഗത്തിൻ്റെ നടുവിൽ നിയോഗം തന്ന ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാതിരിക്കും? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഭൂതം ബാധിച്ചവരെ കൊണ്ടുവരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം പോട്ടെ, അടുത്ത ദിവസങ്ങൾ ആമേൻ സ്തോത്രം ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ ഇവിടെ വചനം ശുശ്രൂഷിക്കും. രോഗികളായിട്ടുള്ളവർ, ഭൂതം ബാധിച്ചവർ, പാപികളായിട്ടുള്ളവർ ദൈവസഭയ്ക്കകത്ത് ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ മാത്രമേ ഈ അടയാളങ്ങൾ നടക്കുകയുള്ളൂ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നിറവേറണമെങ്കിൽ, മരിച്ചു കിടക്കുന്നവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അല്പം പോലും സംശയമില്ലാതെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനത്തെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് സാധിച്ചില്ല? യേശു പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസം നിമിത്തമത്രേ, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. എന്നിട്ട് പറഞ്ഞു, കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ. അപ്പൊ കടുകുമണിയോളം പോലും വിശ്വാസം ശിഷ്യന്മാർക്കില്ലായിരുന്നു എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. സ്തോത്രം. കടുകുമണിയോളമെങ്കിലും വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ കടന്നു വരുന്ന രോഗികൾ സൗഖ്യമാകും. എന്തിനാണ് രോഗികൾ സൗഖ്യമാകുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാൻ, അവൻ ദൈവത്തിലുള്ള വിശ്വാസം അവനിൽ ഉണ്ടാകുവാൻ, ദൈവപ്രവർത്തികൾ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടുവെന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും, സ്വർഗരാജ്യത്തിലേക്കുള്ള ഓട്ടത്തിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസവർദ്ധനയ്ക്ക് കാരണമാകുവാനും യേശു ഇന്നും അത്ഭുതം ചെയ്യുന്നു. യേശു പാപികളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു, പാപികളെ വിടുവിക്കുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു പിന്മാറ്റക്കാരെ മടക്കി വരുത്തുന്നു. അത് ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നുപോയിട്ടില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളത് ചെയ്യേണ്ടത്. സ്തോത്രം ഹല്ലേലൂയ. അനേക ദുരുപദേശക്കാരും അനേക ബാലിൻ്റെ വിഗ്രഹങ്ങളും ആമേൻ സ്തോത്രം ചെയ്യുന്ന അത്ഭുതം അവരുടെ നിത്യതയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് പൈശാചിക തന്ത്രമാണ്. എന്നാൽ ദൈവസഭയിലാണ് യഥാർത്ഥ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കേണ്ടത്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു കുലുക്കുവാൻ, ഈ കേരളത്തിലെ ഈ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളെയും പിടിച്ചു കുലുക്കുവാൻ ആമേൻ സ്തോത്രം ഈ ദൈവസഭയ്ക്കും ഓരോ ദൈവസഭകൾക്കും ഈ നാളുകളിൽ, കൊറോണയ്ക്ക് ശേഷമുള്ള നാളുകളിൽ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. AD എന്നും BC എന്നും ആമേൻ ചരിത്രത്തിൽ രണ്ടായി തിരിച്ചതുപോലെ കൊറോണയ്ക്ക്
കൊറോണയ്ക്ക് മുമ്പുള്ള കാലവും കൊറോണ കഴിഞ്ഞുള്ള കാലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകുവാൻ പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നമുക്കതിന് ആധാരമായിരിക്കുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. നാം വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം കത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഇല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നതുപോലെ വെറുതെ പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം അതുകൊണ്ടാണ് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ നിങ്ങൾക്കത് സാധിക്കാഞ്ഞത്. സ്തോത്രം. അടുത്തത് യേശു പറയുന്നു, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഏത് ജാതി? അവിശ്വാസം എന്ന ജാതി എന്നോ പൈശാചിക മണ്ഡലമാകുന്ന ജാതി എന്നോ നമുക്കതിനെ വിളിക്കാം. എന്ത് തന്നെയായാലും അവിശ്വാസമിടുന്ന ദുഷ്ടാത്മാവാകുന്ന ജാതി, പൈശാചിക ബന്ധനമാകുന്ന ചന്ദ്രരോഗം, അപസ്മാര രോഗം, രോഗത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണമെങ്കിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അത് മാറും. ഹല്ലേലൂയ. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയാൻ നോക്കി നിൽക്കണ്ട. ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിയുമെന്ന് ഞാൻ ആത്മാവിൽ കണ്ട് വിശ്വസിക്കുകയാണ്. ചില രോഗികൾ ഇവിടെ സൗഖ്യമാകും. വർഷങ്ങളായി നീണ്ടുനിന്ന പഴകിയ രോഗങ്ങൾക്ക് എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ രോഗസൗഖ്യം നടക്കുമെന്ന് വിശ്വാസമുള്ളവർ എന്നോടൊപ്പം കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കണ്ണിന്റെ പ്രോബ്ലമുള്ള ചില പ്രിയപ്പെട്ടവരെ യേശു തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലിന്റെ പ്രോബ്ലമുള്ള ചിലരെ യേശു സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഷിനു ബ്രദർ ചുമ്മാതെ ഓരോന്ന് വിളിച്ചു പറയുകയാണെന്ന് ഇപ്പൊ ചിലപ്പം നമ്മൾ ധരിച്ചേക്കാം. സ്തോത്രം. ചുമ്മാതാണെന്ന് വിചാരിച്ചാലും കണ്ണിന്റെ പ്രോബ്ലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കാലിന്റെ പ്രോബ്ലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ പറയാൻ വേണ്ടി വന്നതല്ല, പറയിപ്പിച്ചതാ. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ അകത്തൊരു പ്രവൃത്തിയുണ്ട്. എന്താ കണ്ണിന്റെ പ്രോബ്ലം പറയാൻ കാരണം? ഹല്ലേലൂയ. എൻ്റെ യേശു ആരാ? നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ് ആരാ? അവൻ കുരുടരെ അവൻ സ്തോത്രം സൗഖ്യമാക്കിയ ദൈവമാ. ഹല്ലേലൂയ. കുരുടർക്ക് കാഴ്ച കൊടുത്തവൻ നിന്റെ കണ്ണിന്റെ തകരാറ് പരിഹരിപ്പാൻ മതിയാത്തവൻ അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ അല്പവിശ്വാസം നിമിത്തം അത് നമുക്ക് സാധിക്കാതെ പോകരുത്. നിന്റെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായിട്ടും നിന്റെ അധ്വാന ഫലം മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നത് ഇന്ന് നിർത്തണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. നീ അധ്വാനിച്ചുണ്ടാക്കുന്ന നിന്റെ പൈസ നിന്റെ മക്കൾ അനുഭവിക്കേണ്ടതാ, ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടതല്ല. വിശ്വാസമുള്ളൊരു സ്തോത്രമൊക്കെ പറഞ്ഞാട്ടെ. ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എനിക്കൊരാഗ്രഹമുണ്ട്, മരിക്കുന്നിടം വരെ മരുന്നെടുക്കാതെ ജീവിക്കണം. ഹല്ലേലൂയ. അത് മരണം പെട്ടെന്ന് വന്നാൽ എനിക്ക് സങ്കടമൊന്നുമില്ല, സന്തോഷമുള്ളൂ. പൗലോസിനെ പോലെ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മരണത്തെ കൊതിക്കുന്ന പൗലോസിൻ്റെ ആത്മാവാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവാ അല്ലേ? ആമേൻ, സ്തോത്രം. ഞാൻ അതിനു വേണ്ടി ആമേൻ വിട്ടുപിരിഞ്ഞ് എൻ്റെ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ കാംക്ഷയുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് മരണത്തെ നോക്കി വിളിച്ചു പറഞ്ഞത്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തെ നോക്കി വെല്ലുവിളിപ്പാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ദൈവ പൈതൽ മാത്രമാ. ഹല്ലേലൂയ. മരണത്തിന് പോലും നിന്നെ ജയിപ്പാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ ഏത് രോഗത്തിന് നിന്നെ ജയിപ്പാൻ കഴിയും? നമ്മുടെ വിശ്വാസം ഈ നാളുകളിൽ ആമേൻ കത്തട്ടെ. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നിന്റെ വിശ്വാസം കണ്ടിട്ട് വേണം അയൽവാസി കടന്നു വരാൻ. അവന്റെ പോലും വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആര് വരും? തയ്യാറുണ്ടോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ? എനിക്കെൻ്റെ കർത്താവ് തരുന്ന സൗഖ്യം മതി. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ യേശുവിലുള്ള സൗഖ്യത്തിൽ അവർ ആശ്രയിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ അമ്മച്ചി ആമേൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങി. അമ്മച്ചി മരുന്നെടുക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഏകദേശം 30-35 വർഷങ്ങൾ അമ്മച്ചി മരുന്നെടുക്കാതെ, അമ്മച്ചിയുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു രോഗം വന്നാൽ ചർച്ചിലെ സഹോദരിമാരെല്ലാം വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കും. സൗഖ്യമായി കഴിഞ്ഞ് വീട്ടിൽ പോകത്തുള്ളൂ. അമ്മച്ചി മരുന്നെടുക്കാതെ ദീർഘവർഷങ്ങൾ ആമേൻ കർത്താവിനെ സേവിച്ചു. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഒരിക്കൽ മഞ്ഞപ്പിത്തം വന്നു കൂടി, ടൈഫോയിഡ് വന്നു കൂടി, ബോധം കെട്ടുപോയി കഴിഞ്ഞപ്പോൾ
എൻ്റെ പപ്പ അവിടെ ചെന്ന് ബോധം കെട്ടുകിടന്ന അമ്മച്ചിയെ ബലമായിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷമാണ് പിന്നെ മരുന്നെടുക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അതെൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, മരിക്കുന്നിടം വരെ ഹല്ലേലൂയ നിൻ്റെ സൗഖ്യത്തിൽ ആശ്രയിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അധ്വാന ഫലം നാം തിന്നണം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളും നമ്മുടെ കൂട്ടായ്മകളും ഒന്നും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത് വൃഥാവായി പോകരുത്. ജീവിക്കുവാണെങ്കിൽ നല്ല വിശ്വാസിയായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. സ്തോത്രം. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ, വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ളതായതുകൊണ്ട് ഇത് പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർക്കത് പ്രാപിപ്പാനായിട്ട് നമ്മളെ കൊണ്ട് എങ്ങനെ കഴിയും? നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ അതുണ്ടായിരുന്നത് കൊണ്ട് അനേകരെ അവരുടെ വിശ്വാസം കണ്ട് കടന്നു വരുവാനിടയായിത്തീർന്നു. ഇന്ന് നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ മുഖവരയുമായി അധികം മുന്നോട്ട് പോകുന്നില്ല, 7:30 പോകുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞു, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. ഈ ജാതി നീങ്ങിപ്പോവും. കാരണം ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് നമ്മളെ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ ഈ ജാതി നീങ്ങിപ്പോകുമോ? പോകും, പോയിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. 7 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രാർത്ഥന നിൽക്കുന്നില്ല. അതെന്നു വരെ തുടരുന്നു? നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ അത് തുടരും. അത് തുടരുമ്പോൾ ഇന്നുവരെ നമ്മൾ കാണാത്തതായ ഒരു പുത്തൻ ആത്മീയ ജീവിതം നമ്മൾ നയിക്കണം. സ്തോത്രം. ഒറ്റയടിക്ക് രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പൊക്കൊണ്ടിരുന്ന നമ്മൾ കുറച്ചെങ്കിലും അതിനൊരു വ്യത്യാസം, ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് നോക്കെങ്കിലും ചെയ്യാമല്ലോ. ആദ്യം ഒരു രോഗം വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുമെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാമല്ലോ. നമ്മൾ അതിനു പോലും തുനിയാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന സ്വഭാവം നിർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ദൂത് വിളിച്ച് പറയുക. സ്തോത്രം. ഒറ്റയടിക്ക് വേണ്ട, ഒരു ശ്രമമെങ്കിലും നമുക്ക് നടത്തിക്കൂടെ? അവിടെ നാം വിജയിക്കും. ശ്രമിക്ക്. കൈകളുടെ അധ്വാന ഫലം അവൻ തരും. കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ ഉച്ചി മുതൽ ഉള്ളങ്കാല വരെ വ്യാപരിക്കുന്ന ഏത് രോഗവും എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയാത്ത ദൈവത്തെയാണോ നാം സേവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മറിയോട് ദൂതൻ പറഞ്ഞു, അങ്ങനെ നിന്റെ ഉദരത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. സ്വർഗത്തിലെ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ, നിന്റെ തലയിലുള്ള തലച്ചോറിലുള്ള ക്യാൻസർ മുതൽ നിന്റെ പാദം വരെയുള്ള സകല രോഗങ്ങളും യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന്, പരിശുദ്ധാത്മാവിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതം ഇവിടെ നിർത്തണം. കടുകുമണിയോളം വിശ്വാസം നിനക്കില്ലെങ്കിൽ ഇന്നുകൊണ്ട് നിന്റെ വിശ്വാസം നിർത്ത. അല്പവിശ്വാസം കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ല. ഞാൻ ദൂത് വിളിച്ച് പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിശ്വാസം മാറണം. 2, ഉപവാസവും പ്രാർത്ഥനയും എവിടെയുണ്ടോ അവിടെ ജാതി നീങ്ങിപ്പോകും. അപസ്മാര രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ചന്ദ്രരോഗത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഭൂതം വിട്ടുപോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ഉള്ളിടത്തവൻ വിട്ടുപോയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദാവീദേ, നിനക്ക് പൊക്കം കുറവാണെങ്കിലും, നിനക്ക് സൗന്ദര്യം ഇച്ചിരി കുറവാണെങ്കിലും, ആമേൻ സ്തോത്രം, നീ അഭിഷേകമുള്ളവനാണെങ്കിൽ, നീ നിയോഗത്തോടെ ആമേൻ ഗോലിയാത്തിനെ തകർക്കുവാൻ ഇറങ്ങി തിരിച്ചവനാണെങ്കിൽ, ഹല്ലേലൂയ, ലോകം നിന്നെ കുറ്റം വിധിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മുമ്പിലുള്ള ഗോലിയാത്തിനെ തകർക്കുവാൻ നിന്നെ സഹായിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. അപ്പോൾ ഒന്നാമത്തെ ദൂത് അവിശ്വാസം മാറ്റിയേ മതിയാകൂ. രണ്ടാമത്തേത് പ്രാർത്ഥനയും ഉപവാസവും. അത് നമ്മുടെ നടുവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ നമ്മുടെ അവിശ്വാസം കൂടെ മാറ്റിയാൽ ഇവിടെ അത്ഭുതം നടക്കും. സ്തോത്രം. ഭൂമിയിൽ കീഴ്മേൽ മറിക്കുന്നവൻ്റെ മക്കളാണ് നമ്മൾ. അവൻ ഇന്ത്യ മഹാരത്തെ കീഴ്മേൽ മറിച്ച് ആത്മാക്കളെ ഇവിടെ കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം പറയുന്നു, യേശു ഉണ്ടെന്ന് ശ്രുതിയുള്ളിടത്ത് വാതുക്കൽ പോലും സ്ഥലം പോരാതെ വണ്ണം ആത്മാക്കൾ വന്നുകൂടി. ഹല്ലേലൂയ. യേശു ഉണ്ടെന്ന് ശ്രുതിയുള്ളിടത്ത് ആത്മാക്കൾ വരും. അത്ഭുതം നടക്കുന്നിടത്ത് ആത്മാക്കൾക്ക് വന്നേ മതിയാകൂ.
വിടുതൽ ഉള്ളിടത്ത് ആത്മാക്കൾ കടന്നു വരും. എൻ്റെ ദൈവത്തിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ആമേൻ വീണ്ടെടുത്ത ദൈവസഭയിൽ അത്ഭുതം നടന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അത്ഭുതം നടക്കുന്നത്? ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കേൾവിക്കാരായി മാത്രം ഇരിക്കാതെ അനുഭവിപ്പാൻ കടന്നു വന്നവരാ നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. അത്രയും ഭാഗം ഞാൻ മുഖവരിയായി പറഞ്ഞിട്ട് ആ ഭാഗത്തെ അവസാനിപ്പിച്ചിട്ട് കർത്താവ് തന്ന ആലോചനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് കുറി വാക്യമായിട്ട് വായിക്കാം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, പ്രാരംഭമായി കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന അങ്ങയുടെ ആലോചനയ്ക്കും ദൂതിനുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഓരോന്നും കേൾക്ക മാത്രം ചെയ്ത് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ, കേൾക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ പ്രവർത്തിക്കുന്നവരുമായി തീരുവാൻ, വിശ്വാസത്തിൻ്റെ പുതിയ ചുവടുകളെ വെക്കുവാൻ, ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമായി തീരുവാൻ, കർത്താവിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്ത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി എന്ത് വില കൊടുത്താലും ആമേൻ പ്രമാണത്തിന് വേണ്ടി നിൽപ്പാനുള്ള കൃപ, പുത്തൻ ശക്തി കർത്താവ് എന്ത് കാല ശുശ്രൂഷയ്ക്കായി കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. അങ്ങ് നൽകി തന്ന വചനത്തിനായി സ്തോത്രം. തരുവാൻ പോകുന്ന വചനങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമേ. കടന്നു വന്ന എല്ലാവർക്കും അനുഗ്രഹം വിടുതലുമായി തീർക്കണമേ കർത്താവേ. വചനപ്രകാരമുള്ള വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവെ വചനത്തിൽ പ്രകാരം കർത്താവെ വചനത്തിൽ കൂടെ കർത്താവ് ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 7 പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. ക്രൂശിൻ്റെ ചൂട്ടിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുന്ന കർത്താവേ, അടിയൻ്റെ പേരുകളോ അടിയങ്ങളുടെ ആരുടെയും നാമങ്ങളും പേരുകളും ഉയരരുത്. ഒന്നിനും കൊള്ളാത്ത ഞങ്ങളുടെ പേരുകളും നാമങ്ങളും ഇന്ന് പകൽക്കാലം രാത്രികാലം ഉയരാതെ ആമേൻ സ്തോത്രം കർത്താവേ, അങ്ങയുടെ പൊന്നുനാമം മാത്രം സകല നാമത്തിനും മേലാ യേശുവിൻ്റെ നാമം ഇന്ന് രാത്രികാലം ഉയരുവാൻ, ആ യേശുവിൻ്റെ നാമത്താലുള്ള വിടുതൽ, വചനത്താലുള്ള ശക്തി വിടുതൽ ഇന്ന് രാത്രികാലം അനുഭവിച്ചു മടങ്ങുവാൻ സ്വർഗമിടയാക്കുമാറാകണമേ. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി അങ്ങയുടെ കരങ്ങൾ അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവെ അവിടെ നിന്ന് എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം ഒന്ന് ഉറക്കെ വായിക്കാം. സ്തോത്രം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. സ്തോത്രം. മതി ദർശനം. ഹബക്കൂക്ക് പ്രവാചകനോട് യഹോവയാം ദൈവം വിളിച്ചു പറയുന്നു, യഹോവ എന്നോട് ഉത്തരമരുളിയത് നീ ദർശനം എഴുതുക. നമ്മൾ വായിച്ചതിൻ്റെ മേളിലുണ്ട്, യഹോവ എന്നോട് ഉത്തരമരുളിയത് നീ ദർശനം എഴുതുക. അതിൻ്റെ 2-1 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഹബക്കൂക്ക് പ്രവാചകനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. സ്തോത്രം. ആവലാതിയുള്ളവരാ നമ്മൾ. പ്രവാചകനും ഇതുണ്ടായിരുന്നു. സ്തോത്രം. ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തു പറയും? ചോദ്യങ്ങളുമായി വന്ന ആമേൻ സ്തോത്രം പ്രവാചകനോട് യഹോവ പറയുന്നു, യഹോവ എന്നോട് അരുളി ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവലാതി സംബന്ധിച്ചാൽ ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. അപ്പോൾ യഹോവ പറയുന്നു, യഹോവ എന്നോട് ഉത്തരം അരുളിയത് നീ ദർശനം എഴുതുക. ഞാൻ നിന്നെ കാണിച്ച ദർശനം നീ മറന്നുപോയല്ലേ? ഇനി മറക്കാതിരിക്കാൻ നീ അത് എഴുത്. നീ രക്ഷിക്കപ്പെട്ട നാളിൽ ദൈവം തന്ന ദർശനം മറന്നുപോയോ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ രക്ഷിക്കപ്പെട്ട നാളിൽ ചില ദർശനം പ്രാപിച്ചാണ് നീ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ആ ദർശനം ഇപ്പോൾ നിൻ്റെ മനസ്സിലുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്ട നാളിൽ അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയ്ക്ക് ദൈവം തന്ന ദർശനം മറന്നുപോയെങ്കിൽ അത് ഇന്ന് രാത്രി എഴുതി വെക്കണം. പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോയാലും പ്രാർത്ഥിച്ച്, കർത്താവേ, ആദ്യ നാളുകളിൽ എനിക്ക് തന്ന ദർശനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ദർശനം എന്താണെന്ന് കണ്ടുപിടിച്ച് നീ എഴുതണം. കാരണം എന്താണെന്നറിയാമോ? ദർശനം തന്നവൻ ദർശനം പൂർത്തീകരിക്കാതെ ആമേൻ സ്തോത്രം അവൻ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം.
അതുകൊണ്ടാണ് ഈ കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങി തിരിച്ചത്. വേണേ രാഷ്ട്രീയക്കാരനായിട്ട് പോകാമായിരുന്നു, ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്ത് ഈ സമൂഹത്തിൽ നല്ല വിലയും നിലയും ഒക്കെ ആയിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ നമ്മളാരും അതിന് പോകാഞ്ഞത് എന്താ? ഞാനും അതിന് പോകാഞ്ഞത് എന്താ? ആമേൻ സ്തോത്രം. അവർക്കാർക്കും തരുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അതിലൊന്നാമത്തേത് ദർശനമാണ്. ദർശനം പ്രാപിച്ചിട്ട പട്ടത്ത് സഭ വിട്ട് ഇതിലേക്ക് വന്നത്. ഈ ദർശനം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ വരുമായിരുന്നു? വരത്തില്ല. അപ്പം ഞാനും നീയും ദർശനം പ്രാപിച്ചവരാ. ആ ദർശനം എഴുതണം. കാരണം എന്താണെന്നറിയാമോ? ഈ ദർശനം എന്ന് വരെ നാം മുറുകെ പിടിക്കണം. നമ്മുടെ മരണം വരെ ഇത് മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ മുറുകെ പിടിക്കണം. ദർശനം മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ മരണം കഴിഞ്ഞും അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തും. സ്തോത്രം. അപ്പോൾ ദർശനം വളരെ പ്രാധാന്യമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. ദർശനം എഴുതുക. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. എന്താണ് ഓടിച്ചു വായിക്കുക? എപ്പോഴും ഇതൊന്ന് ഓടിച്ചു വായിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദർശനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. എങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ മുന്നേറുവാൻ, ആമേൻ, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ മുമ്പോട്ട് പോകുവാനായി നമ്മളെ നയിക്കുന്ന പ്രേരക ഘടകങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദർശനം. ഹല്ലേലൂയ. ഈ ദർശനം നാം പ്രാപിച്ചത് മറ്റുള്ള ലോകമനുഷ്യരിൽ നിന്നല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഉരുവാകുന്നതിന് മുന്നമേ നമ്മളെ കണ്ട ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദർശനമായത്. ആ ദർശനത്തിൻ്റെ പുറകെയാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദർശനം വളരെ ഇമ്പോർട്ടൻ്റാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദർശനം മറന്നു പോകരുത്. സ്തോത്രം. ദർശനം നീ എന്ത് ചെയ്യണം? നീ എഴുതണം. സ്തോത്രം. ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ആമേൻ സ്തോത്രം. അപ്പോൾ ദർശനത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഏതെങ്കിലും ദർശനങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്നു, വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ നാളിൽ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഇടകളിൽ കർത്താവ്, പരിശുദ്ധാത്മാവ്, ദൈവം തന്ന ദർശനങ്ങൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒന്നും മറന്നു പോകാതെ ഇന്ന് രാത്രി ആ ദർശനത്തെ മുഴുവനും മുറുകെ പിടിച്ചോണം. ഓരോരുത്തർക്കും ലഭിച്ച ദർശനങ്ങൾ മുറുകെ പിടിച്ചോണം. സ്തോത്രം, ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 6 കൂട്ടം ദർശനങ്ങളെ കുറിച്ച് ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് ഒന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. 6 കൂട്ടം ദർശനങ്ങൾ. ഒരുപാട് ദർശനങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന 6 ദർശനങ്ങളെ കുറിച്ച് ആമേൻ നമുക്കൊന്ന് പ്രാരംഭമായിട്ട് ചിന്തിക്കാം. സ്തോത്രം. ആ പ്രാരംഭമായി ചിന്തിക്കുന്നതിന് മുമ്പ് ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദർശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ദർശനം എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം പലകയിൽ അത് തെളിവായിട്ട് എഴുതണം. എപ്പോഴും ഈ ദർശനം നമ്മുടെ മുമ്പിൽ നിൽക്കണം. ഒന്നാമത്തെ ദർശനം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. മതി. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള ദർശനമാണ് നമ്മുടെ ഏറ്റവും വലിയ ദർശനങ്ങളിൽ ഒന്നാമത്തെ ദർശനം. ഹല്ലേലൂയ. വല്ല വിധേനയും, പൗലോസ് പറയുന്നു, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമാണ് എൻ്റെ ദർശനത്തിലെ ഒന്നാമത്തെ പ്രയോറിറ്റി. ഞാൻ കൊടുക്കുന്ന ദർശനം 6 കൂട്ടം ദർശനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ ദർശനങ്ങളിലും അടങ്ങിയിരിക്കുന്നതുമായ ഒന്നാമത്തെ ദർശനം എന്താണ്? വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ദർശനം
ആമേൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വല്ല വിധേനയും ആമേൻ പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള ആമേൻ സ്വോത്രം ദർശനം പ്രാപിക്കണമെങ്കിൽ ആമേൻ സ്വോത്രം നാം എന്ത് ചെയ്യണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിക്കണം. യേശു നിമിത്തം എല്ലാം ഉപേക്ഷിക്കണം. യേശു നിമിത്തം എല്ലാം ഉപേക്ഷിക്കണം. മാത്രമല്ല ആമേൻ സ്വോത്രം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. എൻ്റെ ബാങ്ക് ബാലൻസിനെ ഞാൻ ചവറെന്നെണ്ണണം. എൻ്റെ കാറിനെ ഞാൻ ചവറെന്നെണ്ണണം. എൻ്റെ 2 നില വീടിനെ ഞാൻ ചവറെന്നെണ്ണണം. എൻ്റെ 1,00,000 രൂപയുടെ ജോലിയെ ഞാൻ ചവറെന്നെണ്ണണം. ഇല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിനക്ക് പുനരുത്ഥാനം പ്രാപിപ്പാൻ കഴിയത്തില്ല ദൈവ പൈതലേ. ഈ ദർശനം ഇന്ന് രാത്രി നമ്മുടെ അകത്തളത്തിൽ എഴുതിയിട്ട് വേണം ഇവിടെ നിന്ന് നാം മടങ്ങിപ്പോകുവാൻ. നമ്മുടെ ദർശനം എന്താണെന്നറിയാമോ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് വാക്ക് പറഞ്ഞ് കടന്നുപോയ അരുമനാഥന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? അതോ ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി, ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ ഇതിൻ്റെ അകത്ത് കടന്നു വന്നത്? അങ്ങനെ കടന്നു വന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. അവരുടെ ജീവിതം നിന്റെ ആത്മീയ ജീവിതത്തിൽ ഞെരുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം. എന്നാൽ അവരുടെ നടുവിൽ ആമേൻ നിന്റെ ദർശനം മങ്ങരുത്. അനേകരുടെ ദർശനം മങ്ങിപ്പോയാലും ദൈവസഭയ്ക്കകത്ത് നീ ഇരിക്കുന്ന ആരാധിക്കുന്ന ഇടത്തും വലത്തും ഇരിക്കുന്ന സഹോദരന്റെ സഹോദരിയുടെ ദർശനം മങ്ങിപ്പോയാലും നിന്റെ ദർശനം മങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഈ ഭൂമിയിലെ നന്മകളെ ചവർന്ന് നീ എണ്ണാതെ മുമ്പോട്ട് പോയാൽ, കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം, നീ ആ കണ്ണിനെ എന്ത് ചെയ്യണം? എറിഞ്ഞു കളയണം. സ്തോത്രം. നീ 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ഒറ്റ കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. കാറിൻ്റെ പുറകെ പോയി നിത്യം നഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും നല്ലത് കാറില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാ. 2 നില വീട് വിൽക്കാൻ ദൈവം ആലോചന തന്നാൽ അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് നിത്യം നഷ്ടപ്പെട്ടു പോയാൽ 2 നില വീട് നഷ്ടപ്പെട്ടിട്ട് സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. എത്ര പേർക്ക് മനസ്സിലായി? കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ദർശനം പ്രാപിച്ചവരായിരിക്കണം നാം. ഹല്ലേലൂയ. വല്ല വിധേനയും, പൗലോസ് ഉപയോഗിക്കുന്ന പദം വല്ല വിധേനയും, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുന്ന അത്രത്തോളം പ്രാഗൽഭ്യമുള്ള ദൈവദാസൻ പറയുകയാണ്, എനിക്ക് വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? നമുക്ക് പറയാനുള്ള വാക്ക് മലയാളത്തിൽ ഇല്ല. സ്തോത്രം. അതില്ലാത്തതുകൊണ്ട് നമുക്കും പൗലോസിനോട് ചേർന്ന് പറയാം, കർത്താവേ, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ പുനരുത്ഥാനം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിമിത്തം എല്ലാം ഉപേക്ഷിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എല്ലാം ചവറന്നെണ്ണുവാനുള്ള കൃപ എനിക്ക് തരണമേ. എനിക്ക് ഭൗതിക നന്മ എത്ര കൂടിപ്പോയാലും, എൻ്റെ കാറുകളുടെ എണ്ണം കൂടിയാലും, എൻ്റെ വീടുകളുടെ എണ്ണം കൂടിയാലും, എൻ്റെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചാലും, കർത്താവേ, അത് ചവറന്നെണ്ണുവാനുള്ള ദർശനം എന്നിൽ നിന്നും മങ്ങിപ്പോകുവാൻ ഇടയാക്കരുതേ. അത് സ്തോത്രം എഴുതി 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 എൻ്റെ മുമ്പിൽ വെച്ച് ആമേൻ തെളിവായി ഓടിച്ച് വായിച്ച് ഓരോ ദിവസവും എനിക്ക് വീഴ്ച ഭവിക്കാതെ പൗലോസിനെ പോലെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണമെന്നുള്ളത് കൊണ്ട് ആമേൻ പിശാച് ശ്രദ്ധ വെക്കുവാൻ പറയുന്ന, പിശാച് ചവറന്നെണ്ണരുതെന്ന് പറയുന്ന എൻ്റെ സമ്പത്തിനെ ചവറന്നെണ്ണുവാനുള്ള കൃപ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തരണമേ. ആ ദർശനം ഇന്ന് രാത്രി എൻ്റെ അകത്തളത്തിൽ എഴുതണമേ കർത്താവേ. എൻ്റെ മാംസഫലകയിൽ എഴുതണമേ. ഒരിക്കലും മാഞ്ഞു പോകാതെ വേണം. എൻ്റെ സമ്പത്ത് എത്ര വർദ്ധിച്ചാലും, എൻ്റെ പദവി എത്ര വർദ്ധിച്ചാലും, ഞാൻ ലോകത്തിൽ എത്ര ഫേമസ് ആയാലും, ആമേൻ സ്തോത്രം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് എൻ്റെ പ്രിയനിരിക്കുന്ന ഇടത്തേക്ക് വരണമെന്നുള്ളതായ ദർശനം മങ്ങുവാൻ ഇടയാകരുതേ കർത്താവേ എന്ന് ഇന്ന് രാത്രികാലം ആര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അനേകരുടെ ദർശനങ്ങൾ മങ്ങിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഈ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വല്ല വിധേനയും
മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള പൗലോസിന് ലഭിച്ച ദർശനം ഇന്ന് രാത്രി പ്രാപിച്ചു വേണം നമ്മൾ ഇന്ന് രാത്രി കാലം മടങ്ങിപ്പോകുവാൻ. ആ ദർശനം പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ താഴോട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിക്കുന്നു. സ്തോത്രം. ആരുടെ നിമിത്തം? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ സ്വന്തം ജീവനെ എനിക്ക് വേണ്ടി ആമേൻ മറുവിലയായി തന്ന എൻ്റെ യേശു കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, എന്നെക്കാട്ടിലുപരിയായി മറ്റുള്ള ആരെയും സ്നേഹിക്കരുത്, മറ്റുള്ള ഒന്നിനെയും സ്നേഹിക്കരുതെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൽപ്പന ഇന്ന് രാത്രി എവിടം വരെ നമ്മൾ പാലിക്കുന്നു? യേശുവിനെക്കാട്ടിലുപരിയായി നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നുവോ? യേശുവിനെക്കാട്ടിലുപരിയായി ഭർത്താവിനെ സ്നേഹിക്കുന്നുവോ? യേശുവിനെക്കാട്ടിലുപരിയായി നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവോ? യേശുവിനെക്കാട്ടിലുപരിയായി യേശു തന്ന നന്മകളെ നമ്മൾ സ്നേഹിക്കുന്നുവോ? ആ ദർശനം മാറിപ്പോകരുത്. ആമേൻ. ദർശനത്തിന് ആമേൻ അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ദർശനം മാറിപ്പോകരുത്. ഹല്ലേലൂയ. നിന്റെ ദർശനം മാറ്റിക്കളയുവാൻ സമ്പത്ത് ചിലപ്പം കൊണ്ടുവന്നെന്നിരിക്കും, അധികാരം കൊണ്ടുവന്നെന്നിരിക്കും, ലോകത്തിൽ പലതും കൊണ്ടുവന്നെന്നിരിക്കും. പക്ഷേ ദർശനം എപ്പോഴും മുമ്പിൽ തെളിവായി വായിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സകലത്തെയും വിവേചിക്കും. ഹല്ലേലൂയ. വിവേചിക്കുന്ന ദൈവകൃപയുള്ളവരായിരിക്കണം നമ്മൾ. സ്തോത്രം. എല്ലാത്തിനും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? കൈ കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് കിട്ടിയാലും ആമൻ മേടിച്ച് പോക്കറ്റിലിടരുത്. വിവേചിക്കണം. കാരണം അറുക്കുവാനും മുടിക്കുവാനും കടന്നു വരുന്ന ദുഷ്ടനാകുന്ന പിശാച് അവൻ ചെന്നായുടെ രൂപത്തിൽ ചെന്നാ വരുന്നത് പോലല്ല അവൻ വരുന്നത്. വളരെ സൗമ്യനായി. ആമേൻ. വെളിച്ചപ്പാടത്തി വളരെ സൗമ്യതയോടുകൂടി തെറ്റൊന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ വാക്കിൽ കൂടെ അവളുടെ വായിൽ കൂടെ കടന്നു വന്ന വാക്കിൻ്റെ പുറകിൽ വ്യാപരിച്ചിരുന്ന അശുദ്ധാത്മാവിനെ വിവേചിപ്പാൻ കൃപ പ്രാപിച്ചവരായിരിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മുടെ ദർശനത്തെ തകർത്ത് കളയുവാൻ ആമേൻ ശത്രു പദ്ധതി രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആമേൻ നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ ഈ പൈശാചിക പദ്ധതി ഓരോ ദൈവപൈതലിൻ്റെയും പുറകിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദർശനത്തിൽ ജീവിക്കുന്ന ദൈവ പൈതൽ അവൻ സകലത്തെയും വിവേചിക്കും. ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. സ്തോത്രം. അപ്പോൾ നിന്റെ മുമ്പിൽ കടന്നു വരുന്ന ഓരോ വാക്കുകളെയും നീ വിവേചിക്കണം. സ്തോത്രം. സഹോദരന്മാർ കാതിൽ പറയുന്ന ഓരോ വാക്കിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിവേചിക്കണം. അല്ലെങ്കിൽ ദർശനം മാറിപ്പോകുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിമിത്തം ആമേൻ സ്തോത്രം മരിച്ചവരുടെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. സ്തോത്രം. എൻ്റെ ബികോമിൻ്റെ ഡിഗ്രി, എൻ്റെ MBA ഡിഗ്രി ഞാൻ ചവറെണ്ണിയില്ല എങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ പുനരുത്ഥാനം പ്രാപിപ്പാൻ കഴിയത്തില്ല. അടിവരയിട്ട് പറയുക. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം നിത്യതയാ. നമ്മുടെ ലക്ഷ്യം ഭൗതിക നന്മകളല്ല. നിത്യതയിൽ പോയില്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെടുത്താലും ആമേൻ കർത്താവിൻ്റെ വചനം പറയുന്നു, ഭൂമി പൊടുപൊട പൊട്ടുന്നു, ഭൂമി കീറുന്നു, ഭൂമി മർത്തിനെ പോലെ ചാഞ്ചാടുന്നു. ഭൂവാസിയെ ആമേൻ പേടിയും കണിയും നിനക്ക് ഭവിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അത് പൊടുപൊട പൊട്ടുന്നു. സ്തോത്രം. ആ വാക്യം അറിയാവുന്നവരെടുത്ത് വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. അതിൻ്റെ റെഫറൻസ് കൂടെ പറഞ്ഞാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24:19 വായിച്ചോ. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. ഈ ഭൂമി ആമേൻ പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൂമിയും അതിലുള്ള പണികളൊക്കെയും വെന്തുപോകും, ആകാശം ചുട്ടഴിയും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമ്പോൾ നിന്റെ MBA ഡിഗ്രി എന്ത് ചെയ്യും? അതും കത്തിപ്പോകും. ബാങ്കിലെ ബാലൻസ് എന്ത് ചെയ്യും? അതും കത്തിപ്പോകും. നീ ഓമനിക്കുന്ന 2 നില വീടും കത്തിപ്പോകും.
നീ ഓമനിക്കുന്ന വില കൂടിയ കാറും കത്തിപ്പോകും, ഒന്നും അവശേഷിക്കത്തില്ല. പക്ഷെ നിന്റെ ആത്മാവ് നിത്യതയിൽ പോകണം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള ദർശനം നമ്മളിൽ നിന്നും മങ്ങിപ്പോകാതിരിക്കാൻ കർത്താവ് നിമിത്തം എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രാരംഭരാത്രിയിൽ നമ്മളോട് ദൂത് വിളിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ളതായ ദർശനം നമ്മളിൽ നിന്നും മങ്ങിപ്പോകും, നിത്യ നരകത്തിൽ ചെന്ന് പതിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അടുത്ത രണ്ടാമത്തെ ദർശനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിച്ചാട്ടെ. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി, ബാലെ ഉത്തരമരളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. 24 വായിച്ച 24. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ, ദൈവമെന്നിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ ദർശനം. ഒന്നാമത്തെ ദർശനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദർശനം, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ളത് ഒന്നാമത്തെ ദർശനം. രണ്ടാമത്തെ ദർശനം, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക ദേവന്മാരും ദേവിമാരും ഒക്കെ അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് ഞാനും നീയും ആയിരിക്കുന്നത്. എന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, കർത്താവിൻ്റെ അഭിഷിക്തനായ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രവാചകനോട് ആമേൻ പ്രവാചകൻ പറയുന്നു, ഏലിയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, ദേവന്മാര് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആണോ വലുത്, ഞാൻ സേവിക്കുന്ന തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണോ വലുതെന്ന് ഞാനും നീയും ഭൂമിയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതാ രണ്ടാമത്തെ ദർശനം. നമുക്ക് ആ ദർശനം പ്രാപിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളും വിഗ്രഹത്തെ ആരാധിക്കുന്നവരും ബാലിൻ്റെ വിഗ്രഹത്തെ സേവിക്കുന്നവരും ഒക്കെയുണ്ട്. സ്തോത്രം. എന്നാൽ അതിൻ്റെ നടുവിൽ ഇവൻ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലാണെന്ന് നാം ആയിരിക്കുന്ന പഞ്ചായത്തിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ ആദ്യം സാക്ഷ്യം പറയണം. ഇവൻ യഥാർത്ഥ ദൈവ പൈതലാണ്, ഇവൻ യഥാർത്ഥ ദൈവ പൈതലാണെന്ന് സ്വന്തം കുടുംബത്തിൽ ഭാര്യ പറയണം, ഭർത്താവ് പറയണം, അപ്പനും അമ്മയും പറയണം, കുഞ്ഞുങ്ങൾ പറയണം, സഹോദരി സഹോദരന്മാർ പറയണം. പിന്നെ വേണം വീട്ടിനകത്തുനിന്ന് പുറത്തോട്ട് ഉള്ളവർ പറയാൻ. ആദ്യം ഭവനത്തിനകത്ത് സാക്ഷ്യം. ഹല്ലേലൂയ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ പൈതലാണ് ഇവനെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയത്തക്ക നിലവാരത്തിലുള്ള സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തെ ദർശനം. നിങ്ങൾ ബാലിൻ്റെ ദേവൻ്റെ നിങ്ങൾ നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. നിങ്ങൾ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം കാണിച്ചു കൊടുക്കണം. ഒരു രോഗി അടുത്ത് വന്നാൽ നമുക്ക് പേടിയാ കൈവച്ച് പ്രാർത്ഥിക്കാൻ. സൗഖ്യമായില്ലെങ്കിലോ? സൗഖ്യമാക്കുവോ സൗഖ്യമാക്കാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ മതി. സൗഖ്യമാക്കിയില്ലെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ശക്തി കുറഞ്ഞിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് സൗഖ്യം ഉണ്ടെങ്കിൽ അതവിടെ നടക്കും. ദൈവത്തിന് നിയോഗം പ്രാപിച്ച് പക്ഷേ നമ്മൾ സൗഖ്യം പ്രാപിച്ചില്ല, ഞാൻ ഇന്നാൾ അവിടെ പോയിട്ട് പ്രാപിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരിപാടി നിർത്തി പോകരുത്. ഈ വിശ്വാസ ജീവിതം ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണം തന്നിട്ടുണ്ടെങ്കിൽ രോഗികളായിരിക്കുന്നവർ കടന്നു വന്നാൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സൗഖ്യമാക്കുവോ സൗഖ്യമാക്കുവാതിരിക്കുവോ അത് കർത്താവിൻ്റെ പ്ലാനിൽപ്പെട്ടതാണ്. അത് കർത്താവ് ചെയ്തോളും. അപ്പോൾ യഹോവയാം ദൈവം തീ കണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നാം തെളിയിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതാണ് രണ്ടാമത്തെ ദർശനം. അതിൻ്റെ 26 വായിച്ചാട്ടെ. 18-ന്റെ 26. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ
അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി. ബാലെ ഉത്തരമരളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. അതിന്റെ 28 മുതൽ 30 വരെ അവർ ഉറക്കെ വിളിച്ചു. പതിവ് പോലെ രക്തമൊഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ കൊണ്ട് മുറിവേൽപ്പിച്ചു. ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അഭിഷിക്തൻ ഒരു ദേശത്ത് എഴുന്നേറ്റ് നിന്നാൽ മറ്റുള്ള ശക്തികൾ അവിടെ അപ്രമേയമായി പോകണം. സ്തോത്രം, ഹല്ലേലൂയ. നീയും ഞാനും ഉപവസിക്കുമ്പോൾ, നീയും ഞാനും പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ആമേൻ, ദൈവഹിതമല്ലാത്ത ബാലിന്റെ പ്രവർത്തികൾ ഉയരരുത്. അവിടെ അത്ഭുതം നടക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ അത്ഭുതം ബാലിന്റെ ആ ദൈവം ഉത്തരമരളിയാൽ ആത്മാക്കൾ അവിടേക്ക് പോകും. പൈശാചിക പദ്ധതിയെ നാം എന്തു ചെയ്യണം? തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇടയിൽ അത്ഭുതം നടന്നെങ്കിലേ ആത്മാക്കൾ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അത്ഭുതം നടക്കുന്ന പിശാചിൻ്റെ അടുത്ത് ആത്മാക്കൾ കടന്നു പോകുന്നതൊക്കെ ഇടയായിത്തീരും. ഉത്തരം അരുളിയില്ല. കാരണം എന്താ? ഇവിടെ അഭിഷിക്തൻ നിൽക്കുക. ഏലിയാവ് അഭിഷിക്തനായിട്ട് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗോലിയാത്തിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ദാവീദിനെ പോലെ പ്രവാചകൻ ആമേൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ബാലിന്റെ ശക്തി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ശരീരത്തിൽ നിന്നും രക്തമൊഴുക്കി അവർ പഠിച്ച പടി 18 നോക്കിയിട്ടും അവിടെ അത്ഭുതം നടക്കുന്നില്ല. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ചർച്ചിൽ ദൈവദാസൻ ഒരാഴ്ച ഉപവാസ പ്രാർത്ഥന ഇരുന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് മാവളങ്ങ് അമ്പലത്തിലെ ആരാധന പാട്ട് വെക്കുമല്ലോ, പാട്ട് നടന്നില്ല. അഭിഷിക്തൻ 7 ദിവസം ഉപവാസം ഇരിക്കുക. ആ ദിവസങ്ങളിൽ അവിടുത്തെ പാട്ട് ഉയർന്നില്ല. അതിലത്തെ ആംപ്ലിഫയറിന് എന്തോ കേട് വന്നത് റിപ്പയറായി ഉപവാസം കഴിയുന്നിടം വരെ അത് നടന്നില്ല. അത്ഭുതം ഇന്ന് നടക്കുമോ? വിശ്വാസം വേണം. കർത്താവ് നമ്മളോട് പറഞ്ഞതുപോലെ കടുകുമണിയോളമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞത് സമ്മതിക്കും. നമ്മളിൽ നടക്കാത്ത നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. ഹല്ലേലൂയ. നമ്മളത് സമ്മതിച്ചേ മതിയാകൂ. അവരെത്ര നേരം കിടന്ന് പരിശ്രമിച്ചിട്ടും ഒരു ശബ്ദമോ ഒരു ഉത്തരമോ ഉണ്ടായില്ല. ദൈവസഭ വിശുദ്ധിയിലും വേർപാടിലും പ്രമാണപ്രകാരവും നിലനിന്നാൽ അന്യായ ശക്തികൾ ഉയരുവാൻ, ദേശത്തുയരുവാൻ, രാജ്യത്തുയരുവാൻ, സ്റ്റേറ്റുകളിൽ ഉയരുവാൻ, ഡിസ്ട്രിക്റ്റിൽ ഉയരുവാൻ, നീ ആയിരിക്കുന്ന പഞ്ചായത്തിൽ ഉയരുവാൻ, ഭവനത്തിൽ ഉയരുവാൻ, വേറൊരു ശബ്ദം ഉയരുവാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ സ്തുതികളും സ്തോത്രങ്ങളും ഉയർന്നില്ല എങ്കിൽ ബാലിൻ്റെ ശക്തികളും ശബ്ദങ്ങളും ഉയരും. എന്നാൽ നാം ശബ്ദം ഉയർത്തുമ്പോൾ, നാം ഉപവസിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം വിശ്വാസത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ്റുള്ള ശക്തികൾ നമ്മുടെ മുമ്പിൽ തകർന്നു വീഴുന്നത് ആമേൻ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ യഥാർത്ഥ ദൈവമെന്ന് കാണിച്ചു കൊടുക്കുന്ന ദർശനം പ്രാപിച്ചവരായിരിക്കണം നാം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്തെ ദർശനം, അഭിഷിക്തൻ ശക്തിയോടെ നിൽക്കുമ്പോൾ മറ്റുള്ള ഒരൊറ്റ അന്യാരാധന ദേശത്തുയരുവാനോ ഒരൊറ്റ വ്യക്തികളെ അങ്ങോട്ട് ആകർഷിക്കുവാനോ ഞാനും നീയും സമ്മതിച്ചു കൊടുക്കരുത്. ആ അഭിഷേകമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഭവനത്തിനകത്ത്, അതിന് ചുറ്റുപാടുമുള്ള ആമൻ ഭവനങ്ങൾ, ആമൻ വ്യക്തികളെ, ദേശത്തെ അവകാശം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ബാലിൻ്റെ വിഗ്രഹങ്ങളുടെ സേവകളും കൂട്ടായ്മകളും ആരാധനകളും ഒക്കെയുണ്ട്. ആത്മാക്കൾ ആമൻ വിശുദ്ധിയിൽ നിൽക്കാത്ത, പ്രമാണപ്രകാരം നിൽക്കാത്ത ക്രിസ്തീയ കൂട്ടായ്മകൾ പോലുമുണ്ട്. അനേക വിശ്വാസികളെ, പാവപ്പെട്ട വിശ്വാസികളെ അത്ഭുതത്തിൻ്റെ മറവിൽ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിഷിക്തനെ നീ വെറുതെ ഇരിക്കരുത്. ഈ ഉപവാസവും പ്രാർത്ഥനയും അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അഭിഷിക്തനെ ഏലിയാവിനെ പോലെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ദൈവദാസന്മാർ ആമേൻ സ്തോത്രം ഇതിൻ്റെ ചുവട് പിടിച്ച് എഴുന്നേൽക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അന്യാരാധനയിലേക്ക് ആത്മാക്കൾ കടന്നു പോകരുത്. പ്രമാണമില്ലാത്ത ക്രിസ്തീയ കൂട്ടായ്മകളെന്ന് പേര് വിളിക്കുന്ന കൂട്ടായ്മകളിൽ ആരും ചെന്ന് പെടരുത്. യഥാർത്ഥ
യഥാർത്ഥ സത്യദൈവത്തെ ആരാധിക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവസഭയ്ക്കകത്ത് ആത്മാക്കൾ കടന്നു വരണം. മറ്റുള്ള ഇടത്തേക്ക് ഒരു വ്യക്തി പോലും പോകുവാൻ ഞാനും നീയും സമ്മതിക്കരുത്. അഭിഷിക്തനെ പോലെ, എലിയാവിനെ പോലെ എഴുന്നേൽക്കണം. ശക്തിയോടെ പറയണം, നീ വിളിച്ചു നോക്ക്, ഉത്തരം അരുളുകയില്ല. നീ വിളിക്ക്, നീ ഓസിക്ക്, നിന്റെ ശരീരത്തിൽ നിന്ന് നീ രക്തമൊഴിക്ക്, ബാൽ ഉത്തരം അരുളത്തില്ല. എന്റെ ദൈവം അതിനെ അടച്ചു കളയും. എന്നാൽ തീ കൊണ്ട് ഉത്തരം അരുളുന്ന എന്റെ ദൈവം പ്രവർത്തിക്കുക. എന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കുക. എന്റെ ദൈവം നിന്റെ വിഷയത്തിന് പരിഹാരം തരുമെന്ന് നമ്മുടെ ഇടയിൽ തീ കണ്ട് ഉത്തരം അരുളുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാത്തത് കൊണ്ട് അനേക ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്ക് അറുതി വരുത്തുവാൻ ദൈവസഭയെ ദൈവം ഒരുക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ദർശനം. ഒരു വ്യക്തി പോലും ദൈവസഭയ്ക്കകത്ത് വിടുതലില്ലാതെ വേറൊരു കൂട്ടായ്മ, അന്യാരാധന, ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത പല സഭകളും, ക്രിസ്തീയ സഭകൾ മുളച്ചു വരുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിലേക്ക് പാവപ്പെട്ട ജീവിതങ്ങൾ കടന്നുപോയി അത്ഭുതം കണ്ട് നിത്യം നരകത്തിൽ ചെന്ന് പതിപ്പാൻ ഇടയാകരുത്. അതുകൊണ്ട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൺ, അസംബ്ലീസ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് നിൽക്കുന്ന ദൈവസഭകൾക്കകത്ത് ദൈവദാസന്മാർ ശക്തിയോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബാലിൻ്റെ സ്വത്രം, ഹല്ലേലൂയ, അന്ധകാര ശക്തിയോട് സ്വത്രം നേരെ നിന്നുകൊണ്ട് വെല്ലുവിളിപ്പാൻ തൻ്റെ ഇടമുള്ള ദൈവദാസന്മാരെ ദൈവം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ അകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. IPCക്ക് അകത്ത് നിന്ന് സ്വത്രം ചർച്ച് ഓഫ് ഗോഡിന്റെ അകത്ത് നിന്ന് അഭിഷിക്തന്മാരെ, ഏലിയാവുമാരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ആത്മാക്കൾ നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ നിന്നും ദൈവം മടക്കി വരുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവസഭയുടെ ഉത്തരവാദിത്വം നാം മറന്നു പോകരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാ. നമ്മുടെ ആയുസ് തീരാൻ പോവുകയാ. എപ്പോഴാണ് നമ്മുടെ ആയുസ് തീരുന്ന അറിയത്തില്ല. ആയുസ് തീരുന്നതിന് മുമ്പ് ഈ പ്രസംഗം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മരണം സംഭവിച്ചേക്കാം. എന്നാൽ എൻ്റെ ദൈവം തരുന്ന ഓരോ നിമിഷവും എനിക്ക് വിലയേറിയതാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തി പോലും ഞാൻ മൂലം നരകത്തിൽ ചെന്ന് പതിക്കരുത്. ഞാൻ മൂലം ഉപദേശത്തിൻ്റെ പെശകുള്ള ഒരു കൂട്ടായ്മയിലും എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തി പോലും പോകരുത്. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വന്ന് അവർ നിത്യതയിൽ എത്തിച്ചേരണമെന്നുള്ള ദർശനം പ്രാപിച്ചവരായിരിക്കണം ഇന്ന് രാത്രികാലം ദൈവമക്കൾ. ഹല്ലേലൂയ. രണ്ടാമത്തെ ദർശനം, അതിൻ്റെ 34 വായിച്ചാട്ടെ. രണ്ടാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവിൻ എന്നവൻ പറഞ്ഞു. അവർ രണ്ടാം പ്രാവശ്യവും ചെയ്തു. അതിനുശേഷം 37 വായിച്ചു. 37. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. അതിന് മുമ്പ് പ്രവാചകൻ ഒരു കാര്യം ചെയ്തു. തൻ്റെ യാഗപീഠത്തെ ഒന്ന് നോക്കി. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിൻ്റെ സകല അനുഭവങ്ങളും പുതുക്കി പണിതിട്ടാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്. നാം കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ഒന്ന് വ്യക്തമായി നോക്കണം. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിക്ക് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാതെ നമ്മൾ യുദ്ധത്തിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത്. യേശു നഥനയേലിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. കപടമില്ലാത്ത ദൈവ പൈതലേ, നിഷ്കളങ്കമായി ജീവിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ദൈവ പൈതലേ, വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ദൈവ പൈതലേ, നീ ബാലിൻ്റെ ശക്തിക്കെതിരായി പോരാടുമ്പോൾ നിന്റെ ജീവിതം ക്ലിയർ ആണെങ്കിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം സ്വതന്ത്രം അഭിഷിക്തൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ മണ്ണും യാഗവും ദഹിപ്പിച്ച് കളഞ്ഞുവെങ്കിൽ ഞാനും നീയും പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവം നമ്മുടെ നടുവിൽ നടക്കണം. മറ്റുള്ള അന്യാരാധനയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തികളും അഴിഞ്ഞു മാറി നമ്മുടെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. ഉടനെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ദൈവം ഉത്തരമരുളി. ബാലിൻ്റെ വിഗ്രഹത്തിന് അവിടെ പ്രവർത്തിപ്പാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ നടുവിൽ നടന്നേ മതിയാകൂ. അഭിഷിക്തന്മാർ എഴുന്നേറ്റ് അതിനുവേണ്ടി പ്രവർത്തിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ മറ്റുള്ള ഇടത്തേക്ക് പോകുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് വിടിവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ദർശനം പ്രാപിച്ചവരായിരിക്കണം നാം. ഹല്ലേലൂയ. മൂന്നാമത്തെ ദർശനം, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം വായിച്ചാട്ടെ.
അപ്പോസ്തലപ്രവൃത്തി 2:44. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണി. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് അവരെണ്ണുവാൻ തക്കനുടയായി തീർന്നു. മൂന്നാമത്തെ ദർശനം ഇതിച്ചിരി കട്ടിയുള്ള ദർശനമാണ്. കാരണം സമ്പത്തുള്ളവൻ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനുള്ളത് വിറ്റ് സകലതും പൊതുവകയെന്ന് എണ്ണാൻ പറഞ്ഞാൽ സകലം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ദർശനം നമ്മൾ പ്രാപിച്ചേ മതിയാകൂ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമുക്കുള്ളത് നമ്മുടേതല്ല. നമുക്കുള്ള സകല നന്മകളും അത് പൊതുവകയാണെന്ന് ഇന്ന് രാത്രികാലം നമ്മൾ ദർശനം പ്രാപിക്കണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിൽ, ഇതിനെ ചപ്പം നെണ്ണുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കത്തില്ലെന്നുള്ള ശക്തമായ ദൂതിൻ്റെ മുമ്പിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നമ്മൾ വിശ്വാസത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ആലോചനയ്ക്ക് മുമ്പിൽ വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കണം. സകലവും പൊതുവകയെന്ന് എണ്ണണം. സകലതും പൊതുവക. എനിക്ക് തന്നിരിക്കുന്ന കാറ്, എനിക്ക് തന്നിരിക്കുന്ന ഭവനം, എനിക്ക് തന്നിരിക്കുന്ന ബാങ്ക് ബാലൻസ്, അത് പൊതുവകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, പിന്നെ മറുത്തൊന്നും പറയുവാനിടയാകരുത്. അബ്രഹാമിന് കൊടുത്ത ഏകജാതനായ പുത്രനെ യാഗം കഴിപ്പാൻ പറഞ്ഞപ്പോൾ അബ്രഹാം, ആമേൻ, സ്തോത്രം, ഒന്നും മടിക്കാതെ തൻ്റെ പുത്രനെ യാഗം കഴിപ്പാനായി ഇടയായി തീർന്നതുപോലെ വിശ്വാസ ജീവിതത്തിൽ, ആമേൻ, കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണമെങ്കിൽ ഈ ദർശനം നമ്മളിൽ ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. സ്തോത്രം. നമുക്കുള്ള സകലവും പൊതുവകയെന്ന് എണ്ണിയേ മതിയാകൂ. അതിനോട് ചേർന്ന് 4:32 വായിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 4:32. വിശ്വസിച്ചവരുടെ ഒരു കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരുമായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്നാരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവകയായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല. ഈ ദർശനം ഇന്ന് രാത്രി പ്രാപിച്ചില്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിപ്പാൻ കഴിയാതെ പോകും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ ഈ പറയുന്ന ദർശനങ്ങളും ദൂതുകളും നമുക്ക് സ്തോത്രം പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ, ആമേൻ, സ്തോത്രം, 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ കൈയടിച്ച് ആരാധിക്കുന്നത് നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചില വെല്ലുവിളികളുടെ ദൂതുകളും ഏറ്റെടുക്കുന്നതും ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവരെല്ലാവരും എന്ത് ചെയ്തു? അവർ തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. ദൈവമക്കളെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഭൗതിക നന്മകളിലും നമ്മൾ ആശ്രയിക്കരുത്. നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ദർശനം ഇന്ന് രാത്രികാലം നമ്മൾ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തത് 4-ാമത്തെ ദർശനം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം.
വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. സ്തോത്രം. നമ്മുടെ ദൈവസഭയ്ക്കകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ആമേൻ സ്തോത്രം വിത്ത്, ദൈവവചനമാകുന്ന വിത്ത്, ആത്മീക ഭൗതിക നന്മകളാകുന്ന വിത്ത് ആമേൻ കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്നത് കാണാതെ പോകരുത്. എവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനം കെട്ടുപോകുന്നുവോ, എവിടെയൊക്കെ ദൈവമക്കളുടെ ദൈവസഭകളുടെ ആമേൻ അനുഗ്രഹങ്ങൾ, നന്മകൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആമേൻ സ്തോത്രം വെളിപ്പാടുകൾ, ആമേൻ ശക്തി, ആമേൻ വചനത്തിൽ കൂടിയുള്ള വിടുതലുകൾ എവിടെയൊക്കെ വ്യാപരിക്കാതെ സ്തോത്രം വിത്ത് ആമേൻ കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്നത് കണ്ടുപിടിപ്പാനുള്ള ദർശനം പ്രാപിച്ചവരായിരിക്കണം ദൈവമക്കൾ. അതിനോട് ചേർന്ന് സങ്കീർത്തനം 65:9-10 വാക്യങ്ങളോട് വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 65:9-10 വാക്യങ്ങളോട് വായിച്ചാട്ടെ. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്ന ഈ അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ആത്മാവിന്റെ നദി ആമൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഒഴുകി വന്ന് ആമൻ വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്ന ഈ അനുഭവങ്ങളിൽ നിന്നും ആമൻ മാറ്റമുണ്ടാകുവാൻ, അതെ ആ വെള്ളം നമ്മുടെ ഇടയിൽ കടന്നു വന്ന് ആ വിത്ത് മുളച്ച് ഫലം കായ്ക്കുന്ന ആത്മീയ ഭൗതിക നന്മകൾ ദൈവസഭയിൽ വെളിപ്പെട്ടു വരുവാനായി ദർശനം പ്രാപിച്ചവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ദൈവസഭകളെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം. നമ്മുടെ മാതൃചർച്ച് മാത്രമല്ല, നമ്മുടെ സഭകളിലുള്ള ഓരോ ദൈവസഭകളും IPC, ചർച്ച് ഷാരോൺ അങ്ങനെയുള്ളതായ പ്രമാണപ്രകാരം നിൽക്കുന്ന എല്ലാ ചർച്ചുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ ആത്മീയ നിലവാരം പഠിച്ച് മനസ്സിലാക്കി അവിടെയൊക്കെയുള്ളതായ വിശ്വാസികളുടെ നിലവാരം മനസ്സിലാക്കി ആത്മാവിൽ പ്രാർത്ഥിച്ച് അവിടെ പോകണമെന്നില്ല. ദൈവാത്മാവ് ഓരോ ദൈവസഭകളെക്കുറിച്ചും ഓരോ ദേശങ്ങളെക്കുറിച്ചും ഓരോ കുടുംബങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് കാഴ്ചപ്പാട് നമുക്ക് നൽകിത്തരും. ആ കാഴ്ചപ്പാടിനകത്ത് പ്രാർത്ഥനാ മുറിക്കുള്ളിൽ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ആത്മീയ നിലവാരം മനസ്സിലാക്കി ആമേൻ വിത്ത് കട്ടയുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്ന അനുഭവങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളെയും വിവേചിച്ച് മനസ്സിലാക്കി ആരും ആത്മീയമായി ക്ഷീണിച്ച് പോകാതെ ഓരോരുത്തരെയും വാക്കുകൾ കൊണ്ട് ധൈര്യപ്പെടുത്തി ആമേൻ ഉറപ്പിച്ച് ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി ആമേൻ പ്രവർത്തിച്ച് അവരെ ഒരുക്കി കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവരുടെ ജീവിതം ആമേൻ കട്ടയുടെ ഇടയിൽ കടന്ന് ആമേൻ വിത്ത് നഷ്ടപ്പെട്ടു പോകരുത്. ആത്മീക നന്മകളും ഭൗതിക നന്മകളും ദൈവവചനവും ഒന്നും ആമേൻ നശിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം. ഈ ദർശനം നമ്മളിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹം മാത്രമല്ല നമ്മുടെ ദർശനം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ദേശത്തിലുള്ളവർ, നമ്മുടെ ചർച്ച്. നൂണ്ടിയക്കാരനാണെങ്കിൽ നൂണ്ടിയയുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. IPCക്കാരനാണെങ്കിൽ IPCയുടെ, അങ്ങനെയല്ല. എല്ലാ ദൈവസഭകളും ആമൻ ഉപദേശത്തിൽ നിൽക്കുന്ന എല്ലാ ദൈവസഭകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവ് ആമൻ എല്ലാ ദൈവസഭകളിലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ഓരോ ദൈവസഭകളിലും ഓരോ കൂട്ടായ്മകളിലും അയച്ച് വചനത്തെ ഉറപ്പിക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് ദൈവസഭകളൊക്കെ കടന്നു വരണം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. എത്ര നാളായി പ്രവചിച്ചിട്ട്, എത്ര നാളായി ദൂത് പറഞ്ഞിട്ട് പ്രവചനം നിന്നുപോയിട്ടില്ല, ദൂത് നിന്നുപോയിട്ടില്ല. ആ അനുഭവത്തിലേക്ക് ദൈവസഭയെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച പൗലോസ് ഇന്നില്ല, പൗലോസ് മരിച്ചു. പത്രോസ് ഇന്നില്ല, പത്രോസ് മരിച്ചു. എന്നാൽ നാം പ്രാർത്ഥിക്കണം, കർത്താവേ, പൗലോസിൻ്റെ കാലത്തെ കാലമല്ല എൻ്റെ കാലം, പത്രോസിൻ്റെ കാലത്തെ കാലമല്ല എൻ്റെ കാലം, തമ്പിച്ചാൻ ഇറങ്ങിയ കാലത്തെ കാലമല്ല എൻ്റെ കാലം. എലീശ പ്രാർത്ഥിച്ചതുപോലെ ഏലിയാവിൻ്റെ മേൽ പകർന്ന ഇരട്ടി
ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ പകരണമേ, എങ്കിൽ മാത്രമേ ഈ കാലത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ എന്ന് വിശ്വസിച്ച് അത് മനസ്സിലാക്കി ഇരട്ടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? ഹല്ലേലൂയ. ആ ദർശനം പ്രാപിച്ചവരായി തീരണം നമ്മൾ. ആമേൻ. വിത്ത് കട്ടയുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്ന അനുഭവം, ആമേൻ, സ്തോത്രം, ദൈവസഭയ്ക്കകത്ത് നിന്ന് ദേശത്ത് നിന്ന് മാറണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഉത്സാഹിക്കണം. ആ ദർശനം പ്രാപിച്ചവരായിരിക്കണം നമ്മൾ. അടുത്തത് 5-ാമത്തെ ദർശനം, യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇങ്ങനെ തിന്ന് 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 ദൈവസഭയ്ക്കകത്തു നിന്ന് സകല പാൽമിക ഭൗതിക നന്മകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇതിനെ തിരിച്ചു പിടിച്ചേ മതിയാകൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മതിയെന്നുള്ള അത് നമ്മൾ നിർത്തണം. 2-ാമത്തെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് അടുത്ത 7 അടിസ്ഥാന ഉപദേശങ്ങൾ. 3-ാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. എൻ്റെ മൂത്ത മോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ സ്നാനപ്പെട്ടു. ഇന്ന് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാൻ വഴക്ക് പറയണമെങ്കിൽ വഴക്ക് പറയണം. കാരണം അവർക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വിലയേറിയ സമ്പത്ത് അഭിഷേകമാണ്. നമ്മുടെ കാലശേഷം അവർ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരാ. അവരെ ഉപദേശിപ്പാൻ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ അവരെ ഉപദേശിക്കേണ്ടത് പരിശുദ്ധാത്മാവാ. ആ അഭിഷേകം അവരുടെ മേൽ പ്രാപിക്കാതെ അവരെ നിത്യതയിലെത്തുവാനായിട്ട് ഇടയായി തീരുകയില്ല. ആമേൻ. ഓരോന്നായി എന്താ വായിച്ചത്? പച്ചപ്പുഴു തിന്നുകളഞ്ഞത് ഓരോന്നും തിന്ന് ശേഷിക്കുന്നുണ്ട്. അപ്പോൾ ശേഷിച്ചത് വന്ന് അടുത്തത് വന്ന് തിന്നും. അതല്പം ശേഷിക്കുമ്പോൾ അടുത്ത് വന്ന് തിന്നും. ഓരോ ദിവസവും കഴിയും തോറും ആത്മീകവും ഭൗതികമായിരിക്കുന്ന നന്മകൾ കുറഞ്ഞു പോകുവാനല്ല ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കേണ്ടത്. അതല്ല അവൻ്റെ ദർശനം. അതിൻ്റെ 25-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2:25, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:25 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായി വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ദൈവത്തിന്റെ വാഗ്ദത്തം പിടിച്ചു മേടിക്കണം. യാക്കോബിനെ പോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് മല്ല് പിടിക്കുന്ന അനുഭവത്തിലേക്ക് നാം എത്തിച്ചേർന്നേ മതിയാകൂ. വെറുതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അത് വെറുതെ വിട്ടുകളയുന്നതല്ല. അത് ലഭിക്കുവോളം, അവൻ നമ്മളോട് കൃപ ചെയ്യുവോളം അവൻ്റെ മുഖത്തേക്ക് നാം നോക്കണമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. പച്ചപ്പുഴു തിന്നത് നോക്കി നിൽക്കാനല്ല നിന്നെ വിളിച്ചത്. വിട്ടിൽ തിന്നുകളഞ്ഞതിനെ നോക്കി നിന്ന് അവൻ കഷ്ടമായി പോയല്ലോ എന്ന് പറയാനല്ല നിന്നെ വിളിച്ചത്. ദൈവത്തിന്റെ ആത്മാവിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയത്, ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടത്, ദൈവസഭകൾക്ക് നഷ്ടപ്പെട്ടത്, ദൈവദാസന്മാർക്ക് നഷ്ടപ്പെട്ടത്, ദൈവ മക്കൾക്ക് നഷ്ടപ്പെട്ടത് നീ പകരം ചോദിക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ ദൈവസഭയിൽ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി അവൻ പകരം ചോദിക്കണം. ഭൗതിക നന്മകൾ, ആത്മീക നന്മകൾ പകരം ചോദിപ്പാനുള്ള ദർശനം ഇന്ന് രാത്രി നീ പ്രാപിച്ചു വേണം ഇന്ന് രാത്രി മടങ്ങി പോകുവാൻ. നിനക്ക് നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, നിനക്ക് നഷ്ടപ്പെട്ട ഉപവാസ ജീവിതം, നിനക്ക് നഷ്ടപ്പെട്ട വിശുദ്ധ ജീവിതം, എവിടെയോ കളഞ്ഞുപോയ വിശുദ്ധ ജീവിതം ഇന്ന് വരെ തിരികെ പ്രാപിക്കാതെ ഇരിക്കുന്ന ഇരിപ്പ് ഇന്ന് രാത്രികാലം അവസാനിപ്പിച്ചിട്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ പകരം ചോദിപ്പാൻ ഇന്ന് രാത്രി നീ ദർശനം പ്രാപിച്ചവനായി, ഇന്ന് രാത്രി ദർശനം പ്രാപിച്ചവനായി ആത്മാവിൽ ആരാധിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ തിരികെ പിടിക്കുക, ഞാൻ പകരം ചോദിക്കുക. ദാവീദ് തനിക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടും കൊണ്ടുവെങ്കിൽ ദാവീദിന്റെ മേൽ പകർന്ന അതേ അഭിഷേകത്താൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്റെ വ്യക്തി ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ സൗഖ്യം ഇന്ന് രാത്രി നീ ആത്മാവിൽ തിരികെ പിടിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചു പിടിക്കുക. വെട്ടുക്കിളി തിന്ന് നശിപ്പിച്ചത്, തുള്ളൻ നശിപ്പിച്ചു കളഞ്ഞത് കണ്ടോണ്ട് വിഷാദിച്ചിരിപ്പാനല്ല, ധൈര്യത്തോടെ ദാവീദിനെ പോലെ യാക്കോബിനെ പോലെ ഞാനത് തിരികെ ചോദിക്കും. ഞാൻ ദൈവത്തിൻ്റെ സ്ഥലത്തൊരു തീരുമാനമുണ്ട്. എന്നെ പിശാച് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ ഇവിടെ നിന്ന് നേടിയിട്ടേ പോകത്തുള്ളൂ. അത് പിശാചിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആമേൻ. പിശാചിനോടുള്ള വെല്ലുവിളിയാണ്.
എൻ്റെ ജീവിതത്തിൽ അവൻ ആത്മഹത്യയുമായിട്ട് കടന്നു വന്നെങ്കിൽ അനേക കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാട് കൊണ്ടെന്ന് ഒരൊറ്റ ഒരെണ്ണത്തിനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കത്തില്ല. എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോ വ്യക്തി ജീവിതങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആമേൻ നോക്കുമ്പം ചിരിയുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ അകത്ത് ആത്മഹത്യാ പ്രവണതയുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുവാനുള്ള ആത്മാവിൻ്റെ ബലം, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഒരൊറ്റ ഒരെണ്ണത്തിനെ ആമേൻ നിത്യനരകത്തിൽ, ഞാൻ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയെയും നിത്യനരകത്തിൽ വിടുവാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഒരു വെല്ലുവിളി, ഒരു ദർശനം ഇന്ന് രാത്രി പ്രാപിപ്പാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. നിന്നെ ദൈവം ഉപയോഗിക്കും നിഷ്കളങ്കതയോടെ. ആമേൻ സ്തോത്രം. ആമേൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കളങ്കമില്ല എന്ന് ദൈവം നമ്മളെക്കുറിച്ച് പറയട്ടെ. ഹല്ലേലൂയ. പച്ചപ്പുഴവും വെട്ടുക്കിളിയും തിന്നു തീർത്തതിനെ പകരം ചോദിക്കാനുള്ള ദർശനം ഇന്ന് രാത്രി പ്രാപിച്ചവരായിരിക്കണം നമ്മൾ. അവസാനത്തെ ദർശനം എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-39 പെട്ടെന്ന് വായിച്ചാൽ. എബ്രായർ 10:38. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇറങ്ങിയ നാളിൽ നിനക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇറങ്ങിയ നാളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ കർത്താവിനോട് ചോദിക്കുമായിരുന്നു. ഇറങ്ങിയ നാളിൽ രോഗം വന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആമേൻ രോഗം വന്നാൽ നേരെ ഓടും മെഡിക്കൽ കോളേജിലേക്ക്. നല്ല വൈദ്യനായ എൻ്റെ കർത്താവിനെ വിട്ടിട്ട് MBBSകാരൻ്റെ വൈനാകുന്ന വൈദ്യൻ്റെ അടുക്കലേക്ക് എത്ര നാൾ നമ്മൾ ഓടും? ഇതെന്ന് നമുക്ക് നിർത്താൻ കഴിയും? രക്തസ്രാവക്കാരത്തെ സ്ത്രീയെക്കുറിച്ച് കർത്താവ് വരച്ചു കാട്ടിയിരിക്കുകയാണ്. തനിക്കുണ്ടായിരുന്ന സകലതും വിറ്റിട്ടും അവളുടെ രോഗം മാറിയോ? മാറിയില്ല. ഇന്നും അങ്ങനെ. രോഗം വന്ന് മുഴുവനും ചികിത്സിക്കും, ഉള്ളത് മുഴുവൻ വിൽക്കും, അവസാനം അവർ കൈമലർത്തും. ആളും പോയി, സമ്പത്തും പോയി. നിന്റെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. എവിടെ വാക്യം നിറവേറി? ഹല്ലേലൂയ. ഈ 66 പുസ്തകങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ അവകാശമാണെന്ന് ഇന്ന് രാത്രി ദർശനം പ്രാപിച്ചു വേണം ഇന്ന് രാത്രി കാലത്തെ കൂട്ടായ്മ കഴിഞ്ഞ് പോകുവാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാലം ശക്തമായി തീരുമാനമെടുക്കുവാൻ കഴിയും? കർത്താവേ, ഇന്നു മുതൽ എനിക്ക് ഏത് രോഗം വന്നും മരിച്ചാലും ഞാൻ നിത്യതയിൽ പോകും. എന്നാൽ ഇന്നു മുതൽ എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യദായകൻ നീ മാത്രമാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഇന്ന് രാത്രി പുതിയ തീരുമാനമെടുക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഈ പുസ്തകം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, ഇതനുഭവിച്ച് കാണിക്കാൻ കൂടിയുള്ളതാണ്. എന്നോട് പലരും പറഞ്ഞു, ഈ അസുഖം വന്നപ്പം ഹോസ്പിറ്റലിൽ പോകാൻ മേലേ. ഞാൻ പറഞ്ഞു പോകാൻ മേല. അതെന്താ? ഒന്നുകിൽ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തണം, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, പ്രസംഗം മാറ്റണം. ഞാൻ എന്താ പ്രസംഗിക്കുന്നത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അപ്പുറത്ത് കൂടെ ഹോസ്പിറ്റലിൽ പോയി ഇതിനെ കൂടെ എങ്ങനെ ഒക്കുന്നത്? ഒന്നുകിൽ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള പ്രസംഗം നിർത്തണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. ഇത് രണ്ടും കൂടെ ഏതായാലും ഒത്തുപോകത്തില്ല. അപ്പം ദൈവത്തിൻ്റെ വചനം ഇത് ദൈവമക്കൾക്ക് അനുഭവിക്കുവാനുള്ളതാ. ഹല്ലേലൂയ. പച്ചപ്പുഴുവിന് നീ വിട്ടുകൊടുക്കരുത് നിന്റെ ആരോഗ്യം. ദുഷ്ടനാകുന്ന പിശാചിന് നിന്റെ ആരോഗ്യം പന്ത് കളിപ്പാനുള്ളതല്ല. വിശുദ്ധനായ ദൈവ പൈതലേ, നിന്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ദൈവത്തിന്റെ അഭിഷേകം, വിശുദ്ധി നിലനിൽക്കുന്ന ദൈവ പൈതലിന്റെ ശരീരത്തിൽ രോഗം നിലനിൽക്കുക ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനൊന്നും പോരാ കൈയിടി. സ്തോത്രം. ഹല്ലേലൂയ. കൈയടിക്ക് വേണ്ടിയിട്ടല്ല പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ പ്രസംഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആമേൻ അനുഭവമായി മാറണം. ഇല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കടാ, നീ ഇന്നലെ പ്രസംഗിച്ചിട്ട് സൗഖ്യമാക്കുന്ന ദൈവം എന്ന് പറഞ്ഞിട്ട് നീ ഹോസ്പിറ്റലിൽ പോയോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് എത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ. കർത്താവിനോട് നമ്മൾ യാചിക്കണം. കർത്താവേ, കൃപ തരണമേ. ഞാൻ നിന്നെക്കുറിച്ച് നീ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് പ്രസംഗിച്ചിട്ട് നിന്റെ സൗഖ്യം അനുഭവിക്കാതെ പോകുവാൻ എൻ്റെ ജീവിതത്തിലിടയാക്കരുതെന്ന് ഓരോ ദിവസവും കണ്ണുനീരോടെ ആരും കാണാതെ ആമേ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ ഉയർത്തുവാനും മാനിക്കുവാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിപ്പാനും അനേകരിലേക്ക് ആ വിശ്വാസം പകരപ്പെടുവാനും ഒരു വലിയ ആമേ സ്വത്രം ഉണർവ്, ഒരു വലിയ വ്യത്യാസം നമ്മളിൽ കൂടെ ലോകം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര പേര്
കൊതിക്കുന്നുണ്ട് ആ ആത്മീയ അനുഭവം. എത്ര പേർക്ക് ആ ദർശനം വേണം? ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 14:23 കൂടെ വായിച്ചാട്ടെ. അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ അല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട ദൈവമേ. ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. എൻ്റെ ആയുസ് എത്ര നീണ്ടുപോയാലും, എൻ്റെ ആയുസ് എത്ര കുറഞ്ഞു പോയാലും, ഞാൻ പ്രസംഗിക്കുന്ന വചനം, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാൻ ഇടയാക്കി തീർക്കണമേ കർത്താവേ. വായിച്ചാട്ടെ റോമർക്കെഴുതിയ ലേഖനം 14:23. റോമർ 14:23. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസം എത്ര പാപങ്ങൾ നമ്മൾ ദിനംപ്രതി ചെയ്തു കൂട്ടുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അതുകൊണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം നിന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മാത്രമായി ഇരിക്കണം. നീ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി പോകണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആലോചനയും അതിന് ആധാരമായില്ല എങ്കിൽ നീ പാപം ചെയ്യുകയാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. ഈ ദർശനം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ആർക്ക് മനസ്സുണ്ട്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിർത്തേണ്ട സമയമായി 8:20. ഞാൻ 8:20 നിർത്താമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് 6 കൂട്ടം ദർശനങ്ങൾ. ഒന്നാമത്തേത് വല്ലവിധേനി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. രണ്ടാമത്തേത് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തെ വെളിപ്പെടുത്തണം. മൂന്നാമത്തെ ദർശനം വിശ്വസിച്ചവർ എല്ലാവരും നമുക്കുള്ള സകലതും പൊതുവക എന്നെണ്ണാനുള്ള ദർശനം. നാലാമത്തെ ദർശനം വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ അനുഭവങ്ങളിൽ നിന്നും ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുവാനുള്ള ദർശനം. അഞ്ചാമത്തെ ദർശനം നമ്മുടെ ജീവിതത്തിൽ വെട്ടുക്കിളിയും പച്ചപ്പുഴവും തന്നതിനെ തിരികെ ചോദിപ്പാനുള്ള ദർശനം. ആറാമത്തെ ദർശനം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് ഇന്നു മുതൽ ആമേൻ സ്തോത്രം വിശ്വാസത്താൽ ഉളവാകാത്തതെല്ലാം പാപമെന്ന് ദൈവത്തിൻ്റെ വചനമായിരിക്കുക. ഇനി മുതൽ എൻ്റെ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതം, അല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. സ്തോത്രം. ഞാൻ മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. 6 കൂട്ടം ആമേൻ ദർശനത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പെട്ടെന്ന് ആമേൻ ആ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. 6 കൂട്ടം ദർശനങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മൾ കണ്ടു. ഈ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അവധി ആമോസിന്റെ ആ പുസ്തകം 3:7 പെട്ടെന്ന് വായിച്ചാട്ടെ. ആമോസ് 3:7. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവം നിനക്ക് തന്ന ദർശനത്തിന്റെ അവധി ദൈവം നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. നിനക്ക് തന്ന ദർശനത്തിന്റെ അവധി എന്നുവരെയാണെന്ന് പ്രവാചകന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യാത്ത യഹോവയാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും നിനക്ക് തന്ന ദർശനത്തിന്റെ അവധി നീ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ സ്തോത്രം. ആമേൻ ദർശനത്തിന് ദൈവം നമ്മളെ കേൾപ്പിച്ച ഓരോ ദർശനങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആമേൻ ഓരോ ദർശനങ്ങളുടെയും അവധി ദൈവം നമ്മെ അറിയിക്കും. അതാ നമ്മൾ വായിച്ചത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2:19. പെട്ടെന്ന് വായിച്ചാട്ടെ. ദാനിയേൽ 2:19. ദാനിയേൽ 2:2 ആദ്യം വായിച്ചാട്ടെ. രാജാവിനോട് സ്വപ്നം അറിയിക്കുവാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദേക്കാരെയും വിളിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. അടുത്തത് അതിന്റെ 19 വായിച്ചാട്ടെ. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. മന്ത്രവാദികൾക്ക് വെളിപ്പെടാതെ പോയത്, ആഭിചാരകന്മാർക്ക് വെളിപ്പെടാതെ പോയത്, ക്ഷുദ്രക്കാർക്ക്
വെളിപ്പെടാത്തത്? ദാനിയേലിനെ പോലെ അഭിഷിക്തനായ ദൈവദാസന രഹസ്യം തന്റെ രാത്രി ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ, ദർശനത്തിന് വെച്ചിരിക്കുന്ന നിന്നെ ദൈവം കാണിച്ച ഓരോ ദർശനത്തിന്റെയും അവധി എന്ന് വരെയെന്ന് നിനക്ക് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നിനക്ക് തന്ന ദർശനം മാത്രമല്ല നീ മുറുകെ പിടിക്കേണ്ടത്, ആ ദർശനത്തിന് വെച്ചിരിക്കുന്ന അവധി ദൈവം നിനക്ക് രഹസ്യം വെളിപ്പെടുത്തും. മന്ത്രവാദികൾക്ക് വെളിപ്പെടുത്താത്ത രഹസ്യം. ഹല്ലേലൂയ. ആമേൻ. സ്വോത്രം. നമ്മൾ ദർശനം മാത്രം പ്രാപിക്കുന്നവരായി തീരരുത്. ദർശനത്തിന്റെ അവധി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും നാം മനസ്സിലാക്കുവാൻ പ്രാപ്തന്മാരാ. ദൈവത്തിന്റെ അഭിഷേകം. അടുത്തത്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമാപ്തി. സങ്കീർത്തനം 138:8 പെട്ടെന്ന് വായിച്ചാട്ടെ, സമയം പോയല്ലോ, ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സമാപ്തി. സങ്കീർത്തനം 138:8. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദർശനം തന്ന ദൈവം, അവധി എനിക്ക് വെളിപ്പെടുത്തി തന്ന ദൈവം, അതിനെ സമാപ്തിയിലേക്ക് എത്തിക്കുന്നതും എൻ്റെ ദൈവമാണ്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. ആമേ. സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ആമേ. സങ്കീർത്തനങ്ങൾ 119:60. ആമേൻ. വായിച്ചാട്ടെ. ബന്ധപ്പെടുന്നു. ബന്ധപ്പാടുണ്ടോ? ഹല്ലേലൂയ. ദർശനത്തിന് ബന്ധപ്പാടുണ്ട്. ആമേൻ. വായിച്ചാട്ടെ. സങ്കീർത്തനം 119:60. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദൈവ പൈതലേ, ദൈവം നിനക്ക് തന്ന ദർശനത്തിന് വേണ്ടി ദർശനം ബന്ധപ്പെടുമ്പോൾ നീ കിടന്നുറങ്ങണമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. നിനക്ക് തന്ന ദർശനം, ഹല്ലേലൂയ, ദർശനം തന്ന ദൈവം ആ ദർശനത്തിലേക്ക്, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ ദർശനം പ്രാപിച്ച ദൈവവയിൽ പോയി കിടന്നുറങ്ങുവാനല്ല ദൈവവചനം പറയുന്നത്. പിന്നെയോ നിന്റെ കൽപ്പനകളുടെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടതിന് ഞാൻ സമയം താമസിയാതെ ബന്ധപ്പെടുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ ഒരു ബന്ധപ്പാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം നിനക്ക് തന്ന ദർശനം, ദൈവം തന്ന ദർശനം, അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ നീയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ബന്ധപ്പെട്ട് അതിനോട് ഒരുമിച്ച് ഓടുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ നിവർത്തിയായി തീരുവാനിടയായി തീരും. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. സമയം. എഫേസ്യർ 5:16 വായിച്ചാൽ അവസാനിപ്പിക്കാം. ആമേൻ. എഫേസ്യർ 5:16 അവസാനമായി വായിച്ചാൽ. എഫേസ്യർ 5:16. സമയം തെറ്റുകയില്ല. സമയത്തെക്കുറിച്ച്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ദൈവ പൈതലേ, നിനക്ക് ദൈവം ദർശനം തന്ന ദൈവം, അവധി വച്ചിരിക്കുന്നതിനെ വെളിപ്പെടുത്തി തന്ന ദൈവം, സമാപ്തിയിലേക്ക് അതിനെ ബന്ധപ്പെടുത്തുന്ന ദൈവം. ആമേൻ. സ്തോത്രം. അതിന്റെ സമയം തെറ്റാതെ അത് അതിന്റെ സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ സമയം നീ വൃഥാവാക്കി കളയരുത്. വാട്സാപ്പിന്റെ അകത്തും ഫേസ്ബുക്കിന്റെ അകത്തും മൊബൈൽ ഫോണിലും സ്മാർട്ട് ഫോണിലും ഹല്ലേലൂയ സമയം നീ ചെലവഴിച്ച് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഈ ദർശനം നീ പ്രാപിക്കാതെ പോകും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കാതെ പോകും. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയാതെ പോകും. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് ഓടുന്നു. സമയം തെറ്റാതെ ഓടുമ്പോൾ ഞാനും നീയും സമയങ്ങൾ എത്രത്തോളം കളഞ്ഞു കുളിക്കുന്നു. ഒരാത്മാവിനെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനുള്ള സമയത്ത് മൊബൈൽ ഫോണിന്റെ അകത്ത്, വാട്സാപ്പിൽ, ഫേസ്ബുക്കിന്റെ അകത്ത് നമ്മൾ എത്രത്തോളം സമയം കളയുന്നു. ആമേൻ. ദർശനം പ്രാപിച്ചവരായി ഇന്ന് രാത്രി മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന വിളിച്ചു പറയുകയാണ്. ദർശനം പ്രാപിച്ച ദൈവ പൈതലേ, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റത്തില്ല. ദർശനം തന്നവർ അത് സമയം തെറ്റാതെ നിന്നിൽ നിവർത്തിക്കുമെന്നാൽ നീ നിന്റെ സമയം എപ്രകാരം ചെലവഴിക്കുന്നു. ഇത് ദുഷ്കാലമാ കുഞ്ഞേ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ആമേൻ. സ്തോത്രം. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ദുഷ്ടൻ നിന്നോട് പറയും അത് വൈകിപ്പോയി. ഇല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു അത് വൈകിയിട്ടില്ല. വൈകിയെന്ന് നിനക്ക് തോന്നിയാലും നീ അതിനായി കാത്തിരിക്കുക. നീ പ്രാപിച്ച ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. വീണ്ടും ദൈവത്തിന് അടിവരയിട്ട് പറയുന്നു അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല
നല്ല കർത്താവേ, ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ തിരുവചനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് തന്ന ദർശനങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. 6 കൂട്ടം ദർശനങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. കേട്ട വചനങ്ങൾ ഒഴുകിപ്പോകുവാൻ ഇടയാകരുത് അപ്പാ. തന്ന ദർശനങ്ങൾ ആമേൻ മുറുകെ പിടിച്ചുകൊണ്ട് അതേ ആ ദർശനത്തിന്റെ അവധി എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് അങ്ങയുടെ വചനമായിരിക്കുക. ഞങ്ങൾക്ക് തന്ന ദർശനങ്ങൾ ഓരോന്നിനും അതിൻ്റെ അവധി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അതിന് വേണ്ടിയിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത് അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിക്കുന്നത് അവിടുന്നാണല്ലോ. അതിൽ ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിപ്പാനല്ല, ഞങ്ങളും ബന്ധപ്പെട്ട് ആമേൻ അതിനു വേണ്ടി ഓടുവാ. അതേ സമയം തെറ്റാതെ ആ ദർശനം മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളും അതിനോടൊപ്പം സഞ്ചരിച്ച് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനങ്ങളിൽ ആമേൻ ഞങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിപ്പാനുള്ള ദർശനം ആമേൻ എല്ലാ ദർശനങ്ങളും ആമേൻ സ്തോത്രം അതിൻ്റെ സമാപ്തിയിലേക്ക് സമയം തെറ്റാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും അതിനോടൊപ്പം ഓടി അത് മുഴുവനും പ്രാപിച്ചെടുപ്പാനുള്ള ദൈവകൃപ തന്ന് അടിയങ്ങളെ സഹായിക്കുമാറാകണം. ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.